നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർ പാലിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ ഇതാണ്: എല്ലാ ചിന്തകളെയും ഒരു കാരണവശാലും ഗൗരവത്തിൽ എടുക്കരുത്. ഈ സ്വഭാവമുള്ളവർ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും പോയി ശാന്തമായിരിക്കാൻ ശ്രമിക്കണം. ശാന്തമാകാൻ പറ്റിയില്ലെന്ന് വരും, സാരമില്ല, എങ്കിലും സമയം കൊടുക്കണം. സമയം കൊടുത്ത് എൻ്റെ ചിന്തകളെ സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക? കാര്യമാത്ര പ്രസക്തമായ ചിന്തകൾ, ശരിക്കും റിയാലിറ്റിയോട് ബന്ധമുള്ള ചിന്തകൾ എന്നും, ഒരു ബന്ധമില്ലാത്ത എൻ്റെ ഭാവനയുടെ സൃഷ്ടി മാത്രമായ ചിന്തകളെന്നും. എന്നിട്ട് ഒരു കാര്യമില്ലാത്ത ചിന്തകളില്ലേ, അത്തരം ചിന്തകളെ ഒഴിവാക്കണം. ഞാൻ എന്നോട് ഇങ്ങനെ പറയണം: ഹേ, യു ആർ ലിവിങ് ഇൻ ആൻ ഇമാജിനറി വേൾഡ്. ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യു എന്ന് പറഞ്ഞ് ഒഴിവാക്കണം. ഇത് ചെയ്യുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ശക്തമായിട്ട് തേടിക്കൊണ്ടിരിക്കണം. ഇനി കാര്യമാത്ര പ്രസക്തമായ ചിന്തകളുണ്ട്, ശരിക്കുള്ള ഭയങ്ങളുണ്ട്. വഴിതെറ്റിപ്പോകുന്ന ഒരു കുഞ്ഞ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗം, ഇതിലൊക്കെ സത്യമുണ്ട്. അത്തരം ചിന്തകളെ എങ്ങനെയാണ് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുക? അതിന് ദൈവവചനത്തിൻ്റെ സഹായം തേടണം. ദൈവവചനങ്ങൾ നിരന്തരം ഉരുവിടണം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഭയപ്പെടരുത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇത്തരം വചനങ്ങൾ നിരന്തരം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. വചനം ഒരു ടെക്സ്റ്റ് മാത്രമല്ലല്ലോ, അത് പവർഫുള്ളായ, എഫിഷ്യൻ്റായ ഒരായുധം കൂടിയാണ്. ഇത്തരം ചിന്തകളെ ഛിന്ന ഭിന്നമാക്കി കളയാൻ ശേഷിയുള്ള, മൂർച്ചയുള്ള ഒരായുധം. ഈ ആയുധത്തിൻ്റെ സഹായം തേടിയേ പറ്റൂ.